മാസപ്പടി കേസിൽ ടി വീണയ്ക്കെതിരെ കൂടുതൽ തെളിവുകൾ. ഇൻവോയ്സ് ഇല്ലാതെ ടി വീണ ലക്ഷങ്ങൾ കൈപ്പറ്റിയെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ഫോണിലും ഡയറിയിലും നിർണായക വിവരങ്ങളുണ്ടെന്നും ട്രാൻസ്പോർട്ടർമാരെ മറയാക്കി CMRL തട്ടിപ്പ് നടത്തിയെന്നും അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിൽ ഇഡി പറയുന്നു. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുന്നിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കേസിന്റെ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി ഇഡി വ്യക്തമാക്കിയത്. വിശദമായ പരിശോധനയ്ക്കായി വീണ താമസിച്ചിരുന്ന ബേക്കറി ജംഗ്ഷനിലെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത ഐഫോൺ കൂടാതെ പേജുകൾ അക്കമിട്ട ചുവന്ന കളറുള്ള ഡയറി കൂടിയുണ്ടെന്ന് ഇഡി അറിയിക്കുന്നത് ഈ റിപ്പോർട്ടിലാണ്. കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുടെ പരിശോധനയ്ക്ക് ഈ ഡയറി നിർണായകമാണെന്നും അന്വേഷണ സംഘം വിലയിരുത്തുന്നു. ഇഡിയുടെ റിപ്പോർട്ടിൽ വീണയെയും CMRL സ്ഥാപക MD ശശിധരൻ കർത്തയെയും ഒരുപോലെ ബന്ധിപ്പിച്ചുള്ള ഗുരുതര കണ്ടെത്തലുകളുമുണ്ട്. ഇരുവരുടെയും ശ്രദ്ധ ബില്ലുകൾ നിർമ്മിക്കുന്നതിനും ഇടപാടുകൾക്കുമായിരുന്നുവെന്നും ഇൻവോയ്സ് ഇല്ലാതെ 10 മാസത്തിനിടെ വീണ CMRL നിന്ന് 45 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നും ഇഡിയുടെ കണ്ടെത്തൽ. അതേസമയം 15 വർഷത്തിനിടെ CMRLൽ 182 കോടി രൂപയുടെ ക്രമക്കേടുണ്ടായെന്നും ഇതിൽ വലിയൊരു ശതമാനം തുകയും ട്രാൻസ്പോർട്ടർമാരെ മറയാക്കിയുള്ളതാണെന്നുള്ള നിർണായക കണ്ടെത്തലുകളും ഇഡിക്കുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ കരാറുണ്ടാക്കി പണം കൈമാറിയ ശേഷം ട്രാൻസ്പോർട്ടർമാർക്ക് 7% കമ്മീഷൻ നൽകി കരാറു പണം പിൻവലിച്ച് CMRL ഉദ്യോഗസ്ഥർക്ക് വീതിച്ചു നൽകിയെന്ന രീതിയെക്കുറിച്ചും ഇഡി റിപ്പോർട്ടിലുണ്ട്.